അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ ആടിൻ്റെ തല കൊണ്ട് ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ കറി വെക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആടിൻ്റെ തല കൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ കാരണം അതിൽ കൂടുതൽ എല്ലാണല്ലോ വരുന്നത്, കഷ്ണങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ എല്ലും കഷ്ണങ്ങളൊക്കെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതൊരു കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലായാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. മസാല ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു സവാള, 2 മീഡിയം സൈസിലുള്ള തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഇത് ചപ്പാത്തിയിലും ചോറിലൊക്കെ കൂട്ടി കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഇത്ര ആയാൽ മതി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്താൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കരിഞ്ഞു പോയാൽ കറിക്ക് വേറെ ടേസ്റ്റ് കറി. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വേവിച്ചാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞൊട്ടിക്കോളും. തക്കാളിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. വല്ലാണ്ട് അങ്ങോട്ട് ഉടയേണ്ട ആവശ്യമില്ല. ഈ ഇറച്ചിയിലൊക്കെ കിടന്നിട്ട് നല്ലപോലെ വെന്ത് വന്നോളും. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണല്ലോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ ആട്ടോ, ടീസ്പൂൺ അല്ല. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് വലിയ ജീരകവും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജീരകമൊക്കെ പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. നമ്മൾ പൊടിച്ച് വെച്ചതില്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി എടുത്ത് വെച്ച പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മസാലപ്പൊടികളൊക്കെ കരിഞ്ഞാൽ നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ പോയി നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഇറച്ചിയിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലായിടത്തും എത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മസാലയ്ക്ക് എല്ലായിടത്തും ഒരുപോലെ എത്തി കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. ആടിൻ്റെ മറ്റു പാർട്സുകളൊക്കെ കറി വെക്കുന്നതിലാരും ടേസ്റ്റ് തലകൊണ്ട് കറി വെക്കുന്നത് തന്നെയാകും. എല്ലില്ലാതെ വെറും ഇറച്ചിയായിട്ട് നമ്മൾ കറി വെച്ചാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് പോരല്ലോ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാറ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഈ തലകൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 6 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. പ്രഷർ കളയരുത് കേട്ടോ. ഇത് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിൽ കാണുന്ന ആ വെള്ളം നെയ്യൊക്കെ ഒന്ന് കറക്റ്റായി വരും കേട്ടോ. നമ്മൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് പരുവത്തിൽ വരും. ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേണമെന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ചെറിയ ഉള്ളി വെച്ചിട്ടൊന്ന് തൂമ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ തൂമ്പിച്ചെടുക്കണമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിൽ വാട്ടിയിട്ടാണല്ലോ നേരത്തെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. വേണ്ടവർക്ക് ചെയ്തെടുക്കും ചെയ്യാം. എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.